ഉണ്ടായിരുന്ന നല്ല ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 1 മാസം ആവാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ സെലിബ്രേഷന് വേണ്ടി വെറുതെ ഇരുന്ന് മടുത്ത് ഞാൻ ഒരു അൽഫാം കഴിക്കാൻ വേണ്ടി ഇടുക്കി വരെ പോവാണ് കേട്ടോ. ഞാനാണെങ്കിൽ പല പല സ്ഥലത്തുനിന്ന് അൽഫാം കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അൽഫാം എന്ന് പറയുന്നത് പാപ്പൻസിലെ അൽഫാമാണ്. കാരണം അവിടുത്തെ മയണൈസിനും ഭയങ്കര ടേസ്റ്റാണ്, അൽഫാമിനും ഒടുക്കത്തെ ടേസ്റ്റാണ്. എന്ത് കളിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. വേറെയുള്ള ഒരു സ്ഥലത്തും എനിക്ക് ഇത്ര ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഇരുന്ന് മടുത്തിട്ട് അൽഫാം കഴിക്കാൻ വേണ്ടി ഇടുക്കി വരെ പോവാണ് ഗൈസ്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ, പക്ഷേ ആരുമില്ലാതെ എങ്ങനെ ഹോട്ടലിൽ കയറുക, ഒറ്റയ്ക്ക് എങ്ങനെ ഒരു നാരങ്ങ വെള്ളം കുടിക്കുക, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ ഒന്നും വിചാരിക്കാറില്ല. എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നേരെ പോകും കഴിക്കും. ഒറ്റയ്ക്കാണോ പ്രശ്നമില്ല, ആരെങ്കിലും ഉണ്ടോ അതും പ്രശ്നമില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി കഴിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള പല സാധനങ്ങളും കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് പല ആൾക്കാരും ഇങ്ങനെ പറയാറുണ്ട്, ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോയി കഴിക്കുക, അതുകൊണ്ട് ഞാൻ കഴിക്കാതെ ഇപ്പോൾ ഒരു തൊടുപുഴ വരെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴ വരെ ഒന്നും കഴിക്കാതെ പോയിട്ട് അതുപോലെ തന്നെ തിരിച്ചു വരുന്ന ഒരു അനീത്തി എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുറേയധികം ടീംസിനെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയാണ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരുമിച്ചാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും നമ്മൾ കഴിക്കണം. കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണെങ്കിലും ഒറ്റയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാത്ത, ഒറ്റയ്ക്ക് എങ്ങും പോകാത്ത ഒത്തിരി ഗേൾസിനെ എനിക്കറിയാം കേട്ടോ. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുവരെ ഒറ്റയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ കയറാൻ പോലും പേടിയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്, ഹോട്ടലിലെ ചേട്ടന്മാരെ സംശയത്തോടെ നോക്കുന്നുണ്ട്, അവരെങ്ങാനും ഏറെ കയറ്റാനുള്ള പരിപാടിയാണോ എന്ന് ഓർത്തിട്ടായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ബൈ.